തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന തണൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച മുരിക്കാശ്ശേരിയിൽ നടക്കും. തികച്ചും നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സൗകര്യമൊരുക്കുന്ന ജില്ലയിലെ പ്രഥമ സ്ഥാപനമാണ് തണൽ റീഹാബിലിറ്റേഷൻ സെന്റർ. നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ഉള്ള സൗകര്യം ഒരുക്കുകയാണ് തണൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രധാന ലക്ഷ്യം. കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹോദര സ്ഥാപനമാണ് മുരിക്കാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ട്രസ്റ്റിനെ സ്നേഹിക്കുന്ന ഉദാര മനസ്കരായവരുടെ ചെറുതും വലുതുമായ സഹായങ്ങൾ കൊണ്ടാണ് മുരിക്കാശ്ശേരിയിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുക. കഴിഞ്ഞ നവംബർ 23-ന് ഡയാലിസിസിന്റെ പ്രവർത്തനം തുടങ്ങിയെങ്കിലും ഔദ്യോഗികമായി നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് ബുധനാഴ്ച നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നിലവിൽ 10ഓളം പാവപ്പെട്ടവരായ നിർധനരായ രോഗികൾ ഇന്ന് തണലിന്റെ ഡയാലിസിസ് സെന്ററിൽ ആശ്വാസം കണ്ടെത്തുകയാണ്. അതിന്റെ രണ്ടാം ഘട്ടമായ പാലിയേറ്റീവ് സെന്റർ, തണൽ വീട്, അതായത് അഗതി മന്ദിരം എന്നിവയുടെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ വൈകിട്ട് 4 മണിക്ക് തണൽ അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ്. നിലവിൽ തണലിന്റെ ചെയർമാൻ ഡോക്ടർ ഇദ്രീസിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുകയാണ്. സൗജന്യ ഡയാലിസിസ് സെന്ററിന് പുറമെ വാർദ്ധക്യത്തിൽ താങ്ങായി ആരുമില്ലാത്ത 50 പേരെ സംരക്ഷിക്കുവാൻ കഴിയുന്ന തണൽ വീട്, ഫിസിയോതെറാപ്പി സെന്റർ, പെയിങ് ആൻഡ് പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെയുള്ള മറ്റു സൗകര്യങ്ങൾക്കും തുടക്കമാകും. തണൽ മുരിക്കാശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് അൻവർ കാരിമറ്റം, സെക്രട്ടറി മുഹമ്മദ് ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ 17-അംഗ കമ്മിറ്റി അംഗങ്ങൾ തണൽ മുരിക്കാശ്ശേരി യൂണിറ്റിന് നേതൃത്വം നൽകും. ബുധനാഴ്ച നടക്കുന്ന ഉദ്ഘാടന യോഗത്തിൽ തണൽ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഇബിരീസ്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, തണൽ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും.